പ്രാക്ടീസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതാണ്. അത് ഇതിനെന്നല്ല, ഏത് കലയാണെങ്കിലും, ഇപ്പോൾ സംഗീതമാണെങ്കിലും നിരന്തരം സാധകം ചെയ്യുക എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഏത് കലയ്ക്കായാലും അത് പ്രധാനമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാലിഗ്രാഫി കേരളത്തിൽ കാലിഗ്രാഫി ഇല്ല. അതിൽ എത്രയും കൂടുതൽ ആൾ വരണം എന്നൊരാഗ്രഹമാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും നമുക്കൊരു മാനസികമായിട്ട് നമുക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ആർട്ട്. അതാണ് ഞാൻ ആർട്ടിനെ വിടാതെ. ഇപ്പം വയസ്സ് 74 എപ്പോഴും ഞാൻ എൻ്റെ വരയിലാണ്. പ്രകൃതിയിൽ ശാന്തമായൊരവസ്ഥയുണ്ട്, അതേപോലെ മനസ്സിന് ശാന്തമായൊരവസ്ഥ. ആ അവസ്ഥയിൽ വരുന്ന ചിത്രങ്ങൾ അതിമനോഹരങ്ങളായിരിക്കും. അപാര തീമുകൾ നമ്മൾ തീം ഉണ്ടാക്കണമെന്നില്ല, താനെ വന്നോളൂ അത് ചെയ്യും. അക്രിലിക് നമുക്ക് സമയമെടുത്ത് ചെയ്യാൻ പറ്റിയൊരു മീഡിയമാണ്. വീണ്ടും വീണ്ടും ചെയ്യുന്തോറും അത് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു മീഡിയമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു ക്യാമ്പിൽ അക്രിലിക് മീഡിയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രാക്ടീസ് എന്ന് പറയുമ്പം കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് സ്കെച്ചിങ്ങിലാണ്. സ്കെച്ചിങ് ഇമ്പ്രൂവ് ചെയ്യുന്തോറും നമ്മളുടെ പെയിൻറ്റിങ്ങിലെ റിസൾട്ടും വ്യത്യാസം വരുമെന്നാണ് കണ്ടിട്ടുള്ളത്. പ്രകൃതി രചന അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ള ഒരു ആഗ്രഹം എനിക്കിതിലൂടെ നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇതൊരു മെമ്മറി ലാൻഡ്സ്കേപ്പാണ്. ഇതൊരു എക്സാക്ട്ലി ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പൊന്നും ലോകത്ത് തന്നെ ഉണ്ടാവില്ല. ഇത് എൻ്റെ ഓർമ്മയിലുള്ള ചില അവസരങ്ങളിൽ നിന്ന് കൈക്കൊണ്ടിട്ടുള്ള ഒരു രൂപമാണ്. എക്കോസിസ്റ്റത്തിനെ കുറിച്ചും അതിൻ്റെ സംരക്ഷണത്തിനെ കുറിച്ചൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ളൊരു തീമാണ് ഈ പെയിൻറ്റിങ്ങിലും ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നപ്പം ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഏകദേശം എൻ്റെ വർക്കുമായിട്ട് വളരെയധികം യോജിച്ചു പോകുന്ന ഒരു ആംബിയൻസ് ആണ്. ഞാൻ കണ്ട് ശീലിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പും പിന്നെ ഇവിടെ വന്ന് കണ്ടിട്ടുള്ള ചില എന്താ പറയുക ഒരു 1-2 ഒബ്ജക്റ്റുകൾ വെച്ചിട്ടാണ് ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളൊരു ദ്രവീഡിയൻ നമ്മളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ദ്രാവിഡമായിട്ടുള്ള ആ വർണ്ണങ്ങളാണ് എൻ്റെ ചിത്രങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ പെയിൻറ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കുറേയധികം വ്യക്തികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, മനസ്സിലാക്കൽ, പിന്നെ സുഹൃത്തുക്കളായ കലാകാരന്മാരെ വീണ്ടും കണ്ടുമുട്ടുന്നു, അവരോട് സംവേദിക്കുന്നു. എപ്പോഴും ഞാൻ ചെയ്യുന്ന വർക്കുകൾ ഒരു അൺഫിനിഷ്ഡ് ലൈനിലായിരിക്കും ചെയ്യുന്ന ഒരു പെട്ടെന്ന് കാണുമ്പോൾ. അപ്പോൾ എനിക്കതിനകത്ത് പല മാസ്റ്റേഴ്സ് ആയിട്ടുള്ള പെയിൻറ്റേഴ്സിനെ നമ്മളിങ്ങനെ ഉള്ളിലിങ്ങനെ വരും ചെയ്യുന്ന സമയത്ത്.
അത് ചില ഒരു സാധ്യതയാണ്, അതേസമയം ഒരു പരിമിതിയും ആവാം പലപ്പോഴും. നേച്ചർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു സീരീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ വർക്കും ചെയ്തത്. അതിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേച്ചറിൽ മനുഷ്യനൊഴിച്ച് ബാക്കി ജീവികളൊക്കെ എങ്ങനെയാണ് നേച്ചറിൽ അത് അതിജീവനം നടത്തുന്നതെന്നുള്ള ഒരു ഒബ്സർവേഷൻ, അതിൽ നിന്നുണ്ടായ കുറേ വിഷ്വൽ ഐഡിയാസാണ് ആ ഒരു സീരീസിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇതും ചെയ്തത്. ഈ ഒരു വർക്കും അങ്ങനെയാണ്. ഞാനിവിടെ വന്നിട്ട് ഇവിടുന്ന് ഈ അച്ചൻകോവിലാറിൻ്റെ തീരത്തുള്ളൊരു ചെറിയ നേച്ചറിനെ മരക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഡിഫറെൻറ്റ് മരങ്ങൾ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഞാൻ വരയ്ക്കുന്നത്. ഇവിടുന്ന് ആ ഒരു പല ലൈറ്റിൽ അതിൻ്റെ ഒരു ഫോർമേഷൻ സംഭവിച്ചത് ഇങ്ങനെ ചിത്രീകരിക്കാനാണ് ശ്രമിച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ശൈലിയിൽ തന്നെയാണ് ഞാൻ ഈ വർക്ക് ചെയ്തേക്കുന്നത്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഈ അച്ചൻകോവിലാറ് വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള, എൻ്റെ ചിത്രങ്ങൾ മിക്കതും ഈ അച്ചൻകോവിലാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പരിസരവുമായി കണക്ട് ചെയ്തിട്ടുള്ള ചിത്രബിംബങ്ങളാണ് എൻ്റെ സൃഷ്ടികളിൽ കാണാറുള്ളത്. പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അത് മനുഷ്യൻ്റെ നിർമ്മിതമാണ്. ഇത്തരം മാറ്റങ്ങൾ കാരണം മനുഷ്യന് മാത്രമല്ല പല ജീവികൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കും. അത് മാറ്റം വരണം. അപ്പം നമ്മളത് നമ്മളുടെ രീതിയിൽ ചിത്രങ്ങളിലൂടെ നമ്മളത് അവതരിപ്പിക്കുന്നു. പച്ചയുടെയും നീലയുടെയും ചെറിയ വയലറ്റിൻ്റെയൊക്കെ സ്പോട്ടുകളും പിങ്കിൻ്റെയൊക്കെ ചെറിയ സ്പോട്ടുകളും ഇതൊക്കെ നമ്മുടെ ഈ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണരുന്ന ചില നിറങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ ഞാൻ വെറുതെ വാരി ഇതിലേക്ക് ക്യാൻവാസിലേക്ക് ഒഴിച്ചിട്ട് അതിൽ നിന്ന് എന്തൊക്കെ ഇവോൾവായി വരും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പരീക്ഷണം പോലെയും. അപ്പം നമുക്കതിനകത്തുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ വരച്ച് പൂർത്തിയാക്കുകയല്ല. ഇതിനകത്ത് നമുക്ക് എപ്പോഴും ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം നമുക്ക് വീണ് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ത്രില്ലെന്ന് പറയുന്നത്. ഈ ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് ഇത് എന്തായി തീരുമെന്ന് ഒരു പ്രതീക്ഷയില്ല, പക്ഷേ അതിനെ ഒരു നല്ലൊരു കോമ്പോസിഷൻ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു ചാലഞ്ച്. കാഴ്ചയിൽ നിന്നാണല്ലോ, കാഴ്ചയിൽ എൻ്റെ ഫോമിൽ നിന്നൊക്കെയാണല്ലോ ആർട്ട് ഉണ്ടാകുന്നത്. അന്നേരം സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു രൂപബോധമൊക്കെ ആർട്ടിസ്റ്റിനെ സ്വാധീനിക്കും. നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഒരു കാര്യം. അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു അനുഭവമോ, ചിലപ്പോൾ അത് ഏതെങ്കിലും രണ്ട് സംഗീത ശകലമാകാം, അല്ലെങ്കിൽ ഒരു ചെറുകഥയിലെ ഏതെങ്കിലും ഭാഗമാകാം, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു കാഴ്ചയാകാം. ഇങ്ങനെ എന്തെങ്കിലും നമ്മളെ സ്വാധീനിക്കാം. അത് നമ്മുടെ മനസ്സിനെ അത് എത്രത്തോളം അത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതായിരിക്കും നമ്മളത് പിന്നെ ഒരു ചിത്രമാക്കാനുള്ള ശ്രമം നടത്തുന്നത്. അങ്ങനെയാണ് ഒരു ചിത്രത്തിൻ്റെ
തുടക്കമെന്നാ എനിക്ക് തോന്നുന്നു. ഇവിടെ നടക്കുന്ന സൃഷ്ടികളെല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ട സൃഷ്ടികളാണെങ്കിലും ഓരോ സൃഷ്ടിയും പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും ഇതെല്ലാം നിരവധി സാമൂഹ്യ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന സൃഷ്ടികളാണ് ഇവിടെ. കാരണം കല എന്ന് പറയുന്നത് കെട്ടിയിറക്കിയൊരു സംഗതിയല്ല. അത് മനുഷ്യ സമൂഹത്തിൽ അവൻ്റെ സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നതാണ്. അവൻ്റെ സാമൂഹ്യ ചിന്തയുടെ ഭാഗമായിട്ടും അവൻ്റെ സാംസ്കാരിക ചിന്തയുടെ ഭാഗമായിട്ട് ഉയർന്നു വന്നതാണ് നമുക്ക് തോന്നുന്നത്. ഇതെല്ലാം തമ്മിൽ ഒരുമിക്കും. ഈ ക്യാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ് വരയ്ക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അച്ഛൻ കോവിലാറും അതിനോട് ചേർന്നുള്ള മുളയുടെ കൂട്ടങ്ങളൊക്കെ ആ ഒരു പ്രകൃതി എന്നെ വല്ലാതെ ആകർഷിച്ചു. അപ്പം അതിൽ നിന്ന് ആ ചിത്രത്തിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഒരു തനതായിട്ടുള്ള ഒരു ചിത്രീകരണമല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് നമ്മളുടെ മനസ്സിലേക്ക് ആ പ്രകൃതി ഉണ്ടാക്കുന്ന ഒരു ഭാവം കൊണ്ടുവരാനായിട്ടാണ് ഈ ചിത്രത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. പ്രകൃതി നമ്മളുടെ അതർ എന്ന് പറയുന്ന ഒന്നാണ്, അത് നമ്മൾ അല്ലാത്ത ഒന്ന്. അപ്പോൾ അല്ലാത്ത ഒന്നിനെ കുറിച്ച് നമുക്ക് എപ്പോഴും ഒരു ഫാൻറ്റസി ഉണ്ടാവും. ഞാനല്ലാത്ത ഒന്നിനെ കുറിച്ചൊരു ഫാൻറ്റസി, അതിനോടൊരു പ്രത്യേക തരത്തിലുള്ളൊരു അട്രാക്ഷനും അതേസമയം ഒരു ഭയവും ഉണ്ടാവും. അപ്പം ഞാൻ നോക്കുമ്പം പ്രകൃതി എൻ്റെ മനസ്സിൻ്റെ തന്നെ ഒരു മറ്റൊരു വശമാണ്. ആ രീതിയിലാണ് ഞാൻ ഈ ചിത്രത്തിൽ ഞാൻ അതിനെ അവതരിപ്പിക്കുന്നത്. എൻ്റെ ചിത്രത്തിൽ പ്രധാനമായും അറിഞ്ഞോ അറിയാതെയോ കയറി വരുന്ന മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് പ്രകൃതി എന്നിലുണ്ടാക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് പ്രകൃതി തരുന്ന, അല്ലെങ്കിൽ എങ്ങനെയാണോ പ്രകൃതി എനിക്ക് അനുഭവവേദ്യമാകുന്നത്, അത് സ്വാഭാവികമായ ഒരു കാഴ്ച എന്നതിലപ്പുറത്തേക്ക് അതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചിത്രം അത്തരത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും വളരെ ഹാർഡായിട്ടുള്ള കളർ, അങ്ങനെ കോൺട്രാസ്റ്റ് കളറുകളാണ് ഞാൻ സാധാരണയായിട്ട് എൻ്റെ ചിത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ വന്നപ്പോഴുണ്ടായിരുന്ന ഒരു നേച്ചറിനെയും കൂടി ഇതിൽ അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ചിത്രരചന നിർവഹിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ കളറുകളിൽ നിന്നോ എൻ്റെ പാറ്റേണുകളിൽ നിന്നോ ഞാൻ മാറിയിട്ടില്ല. എന്നാൽ ഇതിൻ്റെ അന്തരീക്ഷത്തെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്ത ഞാൻ നോക്കുമ്പോൾ പിന്നെ മറ്റ് പല ക്യാമ്പുകളിലും കാണുന്നത് വളരെ അലസമായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്നവയാണ്. പക്ഷേ ഇത് ഈ പ്രകൃതിയുടെ ഈ ഒരു ഭംഗിയും ഒക്കെ കൊണ്ട് എല്ലാവരും വളരെ മനോഹരമായിട്ട് വർക്ക് ചെയ്തു. ശരിക്കും നല്ല കുറേ അധികം വർക്കുകൾ ഈ ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഈ സ്പേസിൻ്റെ ഒരു മനോഹരത കൊണ്ടുകൂടിയാണ്. ഇവിടെ വന്നിട്ട് അതിന് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജം വെച്ചുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നൊരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പല സാധനങ്ങളും ഇവിടെ നിന്ന് കണ്ടിട്ടുള്ളതാണ്. ചില അബ്സ്ട്രാക്റ്റ് ഫോംസും ഷേപ്സും പിന്നെ സ്പേസും ഇതൊക്കെ ഇതിൽ നിന്നുണ്ടായി വന്നിട്ട് ഒരു ഡയറക്റ്റ് ഒരു ലാൻഡ്സ്കേപ്പ് സ്റ്റഡി എന്നുള്ള രീതിയിലല്ല ചെയ്തിട്ടുള്ളത്. നമ്മുടെ പൊതുസമൂഹത്തിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളും അതിൽ കൂടി എൻ്റെ ചിത്രത്തിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില ഇടപെടലുകളും ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചിട്ടത് നമ്മുടെ വടക്കേ മലബാറിൻ്റെ തെയ്യം എന്ന് പറയുന്ന അനുഷ്ഠാന കലയുമായി ബന്ധിപ്പിച്ചുകൊണ്ട്, തെയ്യവും പരിസ്ഥിതിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ മൊത്തം ഒരു പാരിസ്ഥിതിക പ്രശ്നം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കുറച്ച് കാലമായിട്ട് ആ ഒരു പരമ്പരയിലാണ് ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ ഇത്ര വിപുലമായ കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് ഒരറ്റം വരെയുള്ള ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന ഒരു നല്ലൊരു ക്യാമ്പാണ് ഇവിടെ. ആ ക്യാമ്പിലൊന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്കൊരു വലിയ സംതൃപ്തിയുണ്ട്. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ആണ് ഈ ഒരു ക്യാമ്പ് ഞാൻ കണ്ടത്. ക്യാമ്പുകളുടെ ഒരു പ്രത്യേകത, അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുറേ ആളുകളുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻസ്, അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, കൂട്ടായ്മയുടെ ഒരു എനർജി, ഇതെല്ലാം ലഭിക്കുന്നൊരു സ്ഥലമായതുകൊണ്ട് ക്യാമ്പുകൾ മറ്റൊരു രീതിയിലുള്ള വർക്കുകൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. എൻ്റെ ആപ്ലിക്കേഷനിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസിനെ, വ്യത്യാസത്തെ മാറ്റി ഡ്രോയിങ്ങിൽ പെയിൻറ്റിങ്ങും പെയിൻറ്റിങ്ങിൽ ഡ്രോയിങ്ങും എങ്ങനെ മെർജ് ചെയ്യാം എന്ന ഒരു കാര്യമാണ് ഇതിൽ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തെക്ക് മുതൽ വടക്ക് വരെയുള്ള കലാകാരന്മാർ അവർ ജീവിക്കുന്ന പ്രാദേശികമായ ആ ഒരു കലയും സംസ്കാരവും ജീവിതവും ഈ പ്രകൃതിയോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ രചനകൾ നടത്തിയിരിക്കുന്നത്. കാരണം സാധാരണ ഒരു ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ ചിത്രങ്ങളൊന്നും ഇത്തരത്തിൽ ഒരു ഫിനിഷിംഗ് അവസ്ഥയിലേക്ക് എത്തി, ഞാനും പല ക്യാമ്പുകളിലും പങ്കെടുക്കുന്ന ഒരാളെന്ന അർത്ഥത്തിൽ ഇത്രമാത്രം ആത്മാർത്ഥത അത് ഈ ഓരോ ചിത്രത്തിലും പ്രകടമാണ്.